പ്രകൃതിയിൽ വിരിഞ്ഞ വർണ്ണമനോഹരങ്ങളായ പൂങ്കുലകളാണ് പുരാവൃത്തങ്ങൾ. സാന്ത്വനമായി വഴികാട്ടിയായി അവ നമ്മുടെ ജീവിതത്തിന് തുണനിന്നു. പുരാവൃത്തങ്ങളിൽ നിന്നുറഞ്ഞു വന്ന തെയ്യങ്ങൾ നമ്മുടെ നാടിന്റെ ആധ്യാത്മിക ഭൗതിക തലങ്ങളിലെ ചാലകശക്തികളായതങ്ങനെയാണ്. ഉന്നതമായൊരു പുരാവൃത്തം അനാവരണം ചെയ്യുന്നുണ്ട് കടാങ്കൂട്ടുമാക്കവും. കണ്ണുനീരിൽ കുതിർന്ന ഒരു കഥയിലെ നായികയാണ് കടാങ്കൂട്ടുമാക്കം. വളർപട്ടണം കേന്ദ്രമാക്കി കോലത്തരജൻ നാടുവാഴുന്ന കാലത്താണ് സംഭവകഥ നടന്നത്. കുഞ്ഞിമംഗലം ഗ്രാമത്തിലെ കടാങ്കൂട്ട് വീട്ടിൽ ഉണിച്ചെറിയമ്മയുടെയും ഭർത്താവ് മുക്കൻകുറ്റി വീട്ടിൽ കോമന്റെയും മനം നിറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായി അവരുടെ 13ാമത്തെ പുത്രിയായി മാക്കം പിറന്നു. മാതാപിതാക്കളുടെയും 12 നേരാങ്ങളമാരുടെയും സ്നേഹപരിലാളനകളിലൂടെ അല്ലലെന്തെന്നറിയാതെ മാക്കം വളർന്നു. യൗവനയുക്തയായ മാക്കത്തിനെ പിതാവിന്റെ നേർമരുമകൻ മുക്കൻകുറ്റി വീട്ടിൽ കുട്ടി നമ്പർ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു. ആ ദാമ്പത്യവല്ലരിയിൽ 2 പൊന്നോമന മക്കൾ പിറന്നു, ചാത്തുവും ചീരുവും. ആമോദത്തിന്റെയും ആനന്ദത്തിന്റെയും നല്ല നാളുകളിലൂടെ കടന്നു പോകവേ തങ്ങളെക്കാൾ ഭർത്താക്കന്മാർക്ക് നേർപ്പെങ്ങൾ മാക്കത്തോടാണ് സ്നേഹമെന്ന് ചിന്തിച്ച നാത്തൂന്മാരുടെ മനസ്സുകളിൽ വിഷസർപ്പങ്ങൾ പത്തിവിടർത്തിയാടാൻ തുടങ്ങി. ഈ സന്ദർഭത്തിലൊരു നിയോഗം പോലെ കോലത്തരജനും നെരിയൂട്ട് സ്വരൂപം തമ്പുരാനും പടകുറിച്ചു. കോലത്തുമന്നന്റെ പടനായകരായിരുന്ന മാക്കത്തിന്റെ ആങ്ങളമാർ പടക്കിറങ്ങാൻ നിയോഗിതരായി. മാക്കത്തിന്റെ വിലാപങ്ങൾക്കൊന്നും അവരെ പിന്തിരിപ്പിക്കാനായില്ല. അവർ പടക്ക് പുറപ്പെട്ടു. ഞങ്ങൾ പടജയിച്ചു വന്നാൽ പുന്നാര മരുമക്കളെയും നേർവങ്ങളെയും കൂട്ടി കോട്ടയം വിളക്ക് കാണാൻ പോകാമെന്നൊരു വാഗ്ദാനം നൽകാൻ ആങ്ങളമാർ മറന്നില്ല. അന്തിവിളക്കിന് എണ്ണ കുറവെന്ന് ചൊല്ലിയപ്പോൾ അതിന് ആങ്ങളമാർ നൽകിയ ഉത്തരം പറമ്പുംകരവാഴും വാണിയനെമ്മനെ വിളിച്ചു വാങ്ങാനായിരുന്നു. പകയുടെ കനലെരിയുന്ന മനസ്സുമായി കാത്തിരുന്ന നാത്തൂന്മാർക്ക് അവസരമൊത്തുവന്നു. എണ്ണയുമായി എമ്മൻ വരുമ്പോൾ മാക്കത്തിന് മെയ്തിരണ്ട് നടുപല ദിവസമായിരുന്നു. നാത്തൂന്മാർ മനഃപൂർവ്വം മാറി നിന്നു. എണ്ണയുമായി വന്ന എമ്മൻ ഉച്ചത്തിൽ വിളിച്ചറിയിച്ചപ്പോൾ മാക്കം പ്രതിവചിച്ചു, എണ്ണ അകത്ത് വെച്ചോളാൻ. എണ്ണയും അകത്ത് വെച്ച് എമ്മൻ പുറത്തിറങ്ങുന്ന നേരത്ത് പെട്ടെന്ന് നാത്തൂന്മാരവിടെ എത്തി. മുക്കൻകുറ്റി കുട്ടി നമ്പർ പോരാഞ്ഞിട്ടോ മാക്കേ പറമ്പുംകരവാണിയൻ എമ്മനെ വിളിച്ചതെന്ന് ചോദിച്ച് അപവാദ വാക്കുകൾ കൊണ്ടവർ മാക്കത്തെ അപമാനിച്ചു. പടജയിച്ചെത്തിയ ആങ്ങളമാർക്ക് മുന്നിൽ പെങ്ങൾ പിഴച്ചുപോയെന്ന കള്ളക്കഥ സമർത്ഥമായി അവർ അവതരിപ്പിച്ചു. പൂങ്കണ്ണീരൊഴുക്കി കള്ളക്കഥ ആവർത്തിച്ചു ചൊല്ലിയപ്പോൾ അവർ വിശ്വസിച്ചു. സത്യം മനസ്സിലാക്കാതെ അവർ മാക്കത്തെ വധിക്കാൻ തീരുമാനിച്ചു. പടജയിച്ചു വന്നാൽ കോട്ടയം വിളക്കിന് പോകാമെന്ന് നൽകിയ വാഗ്ദാനം പാലിക്കാനെന്ന വണ്ണം അവർ മാക്കത്തെയും മക്കളെയും വിളിച്ച് യാത്രയായി. യാത്രക്കിടയിൽ മമ്പറം കായലൂടിനടുത്ത് അച്ചങ്കര പള്ളിപ്പറമ്പിലെ പൊട്ടക്കിണറ്റിൽ കൊത്തിയെരിഞ്ഞിട്ടു ആ നരാധമന്മാർ മാക്കത്തിന്. പൊന്മക്കളായ ചാത്തുവിന്റെയും ചീരുവിന്റെയും കഴുത്തിലും നേരം മാവന്മാരുടെ കരവാൾ പതിഞ്ഞു. ഈ ക്രൂരകൃത്യത്തിലൊന്നും പങ്കില്ലാത്തൊരാങ്ങള കുട്ടിരാമറും ഭാര്യയും ഏറെ ദുഃഖിച്ചു. ഏട്ടന്മാരോട് ഏറ്റുമുട്ടാനാവാത്തതിനാൽ കുട്ടിരാമറും പത്നിയും നിശബ്ദരായി എല്ലാം കണ്ടുനിന്നു. മാക്കത്തെയും മക്കളെയും നട്ടുച്ച നേരത്ത് കൊത്തിയെരിഞ്ഞ് പൊട്ടക്കിണറ്റിലിടുന്ന ക്രൂരകൃത്യം കണ്ടുനിന്ന മാവിലാൻ നിലവിളിച്ചു. ഓടിച്ചിട്ട് പിടിച്ച ആ സാധുവിനെയും അവർ ശിരച്ഛേദം ചെയ്ത് കിണറ്റിലെറിഞ്ഞു. പണ്ട് മധുരാപുരി കത്തിയെരിയിച്ച കണ്ണകിയുടെ പാതിവൃത്യശക്തി ഇവിടെയും അഗ്നിയായി രൂപാന്തരം പ്രാപിച്ചു. പൊട്ടക്കിണറ്റിൽ നിന്ന് അഗ്നിജ്വാലകൾ ഉയർന്നു. മാക്കത്തിന്റെ പാതിവൃത്യശക്തിയാൽ ആ തീനാളങ്ങൾ കടാങ്കൂട്ട് തറവാട്ടിന്റെ 4 കെട്ടും നടുപ്പുരയും ചാമ്പലാക്കി. അത്ഭുതമെന്ന് പറയട്ടെ, കുട്ടിരാമറും ഭാര്യയും പൊള്ളൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു. 11 ആങ്ങളമാരും അവരുടെ ഏഷണി പരീക്ഷകളായ ഭാര്യമാരും നിമിഷനേരം കൊണ്ട് കത്തിച്ചാമ്പലായി. സത്യത്തിന്റെയും പാതിവൃത്യത്തിന്റെയും ശക്തിയിലൂടെ മാക്കവും മക്കളും മാവിലാനും ദൈവീകതയിലേക്കുയർന്നു തെയ്യക്കോലങ്ങളായി. നാത്തൂന്മാരുടെ വിഷവമതത്തിൽ എരിഞ്ഞടങ്ങിയ മാക്കത്തിന്റെയും മക്കളുടെയും കരളലിയിക്കുന്ന കഥ നിത്യസത്യമായി നിലനിൽക്കെ ഇതാ നമുക്ക് മുന്നിലേക്ക് കടാങ്കൂട്ടുമാക്കവും അരുമമക്കളായ ചാത്തുവും ചീരുവും പിന്നെ അരുങ്കൊലക്ക് സാക്ഷിയായ മാവിലോനും കോലരൂപത്തിൽ